സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്ത താൻ ബന്ധപ്പെട്ടുവെന്ന ജോൺ മുണ്ടക്കയത്തിന്റെ ഭാവനാ സൃഷ്ടിയെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. സമരം അവസാനിപ്പിക്കാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരാണ്. തന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ് സമരം അവസാനിപ്പിച്ചതെന്ന് നാൾവഴികളും വസ്തുതകളും പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി കണ്ണൂരിൽ വിശദീകരിച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദമായ വിവരങ്ങളുമായി M. സന്തോഷ്. സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ ജോൺ ബ്രിട്ടാസ് MP മുൻകൈയെടുത്ത് തന്നെ ബന്ധപ്പെട്ടു എന്നായിരുന്നു ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ. ഇത് ജോൺ മുണ്ടക്കയത്തിന്റെ ഭാവനാ സൃഷ്ടിയാണ്. യാതൊരു തരത്തിലും ജോൺ മുണ്ടക്കയവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത്. സോളാർ സമരം ഒത്തുതീർക്കണം, അതിന് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. തൻ്റെ ഫോണിലേക്കല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിളിച്ചത്. അന്ന് കൈരളി TV-യുടെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ആ ഫോൺ തനിക്ക് കൈമാറുകയും ചെയ്യുകയായിരുന്നു. അന്ന് തിരുവഞ്ചൂർ പറഞ്ഞത് ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിനും സർക്കാർ തയ്യാറാണ്, ഇക്കാര്യം CPIM നേതൃത്വത്തെ അറിയിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചത്. അതിനുശേഷം പലതവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യം സംസാരിക്കുന്നതിനായി ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നേരിട്ട് ഈ ചെറിയാൻ ഫിലിപ്പിനൊപ്പം പോയി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അന്ന് ഈ LDF മുന്നോട്ട് വെച്ച ആവശ്യം ഈ കേസിൽ സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കുക, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഇതിൻ്റെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരിക, ഈ ആവശ്യങ്ങളായിരുന്നു LDF മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ തനിക്കൊറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നും അതിന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ കൂടി കാണേണ്ടതുണ്ട്, അതിനായി തൻ്റെ ഒപ്പം വരാമോ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കാണാൻ പോകുന്നത്. അവിടെ പോകുമ്പോൾ ചെറിയാൻ ഫിലിപ്പും ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഈ LDFന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് MP കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPI നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. LDF മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. അതായത് സോളാർ കേസിൽ ഈ പറയുന്ന രീതിയിലുള്ള ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കും, അത് വാർത്താ സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തും. ഈ കാര്യങ്ങൾ താൻ CPM നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം അതോടുകൂടി തൻ്റെ ഈ കാര്യത്തിലുള്ള റോൾ അവസാനിച്ചതാണ്. പിന്നീട് പാർട്ടി നേതൃത്വമാണ് ഈ കാര്യത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നീക്കിയത്. അത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ തനിക്ക് കഴിയില്ല. അത് CPM നേതൃത്വമാണ് ആ കാര്യം വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമരം ഒത്തുതീർക്കാൻ സർക്കാർ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നു ആ ഘട്ടത്തിൽ. അങ്ങനെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഫോണിൽ ബന്ധപ്പെടുത്തുന്നത്. അന്ന് ഈ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് CPIM നേതാക്കളെ അല്ലെങ്കിൽ LDF നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാതെ ജോൺ ബ്രിട്ടാസിനെ ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന് ജോൺ ബ്രിട്ടാസ് MP നൽകിയ മറുപടി, അന്ന് ഈ CPIMന്റെയും LDFന്റെയും നേതാക്കന്മാരെല്ലാം തന്നെ സമരമുഖത്തായി. അതുകൊണ്ടായിരിക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ ഒരു അഭ്യർത്ഥന നടത്തിയത്. അതായത് സമരം ഒത്തുതീർക്കാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാമോ, മാത്രമല്ല ഈ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം CPM നേതൃത്വത്തെ അറിയിക്കാമോ എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. അത്തരത്തിൽ തുടർച്ചയായ ഫോണിലൂടെ ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായാണ് തിരുവഞ്ചൂരിനെ കണ്ടത് എന്നാണ് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഈ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നാൾവഴികളെല്ലാം പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നത്. മാത്രമല്ല ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ കോൺഗ്രസ് ആണ്. ചെറിയാൻ ഫിലിപ്പിന്
എഫിനോട് ചോദിച്ചാൽ അന്നത്തെ വസ്തുത എന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം മാധ്യമങ്ങൾക്ക് തന്നെ ലഭിക്കും. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി, PK കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലെ ദൃക്സാക്ഷിയാണ്. കുഞ്ഞാലിക്കുട്ടിയോട് വിവരമാരാഞ്ഞാൽ വിവരങ്ങൾ ലഭിക്കും. അല്ലാതെ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലാതെ ജോൺ മുണ്ടക്കയം പറയുന്നത് പോലെ അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ട്, അതായത് ഈ സമരം ഒത്തുതീർക്കാനായിട്ടുള്ള മുൻകൈയെടുത്ത് താൻ അങ്ങോട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് ഈ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ് എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസ് MP കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. LDFിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അന്ന് ഈ സർക്കാർ തയ്യാറായതുകൊണ്ടാണ് ആ സമരം തീർന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP കണ്ണൂരിൽ പറഞ്ഞു.